നമസ്കാരം. അങ്ങനെ മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്ര. ഒരു ട്രിപ്പ് വിട്ടാലോ? എപ്പ ട്രെയിൻ പൊള്ളാച്ചി വഴി. ഗൈസ്, പുലിയെ പേടിച്ച് മൂന്നാറ് വിട്ടു. ഇവിടെ ഊട്ടിയിൽ പുലിയുണ്ടെന്ന് അറിഞ്ഞത്. ഇതുവരെ ഞങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പം ഞങ്ങൾ കുറെ നാളത്തിന്റെ കൊച്ചിക്ക് ശേഷം ഊട്ടി പ്ലാൻ ചെയ്തു. ഇപ്പൊ ഉള്ളവരുടെ ലിസ്റ്റ് പറയാം. അഭിജയ് അല്ല, നിങ്ങളെ കാണും. ഞാൻ ആദ്യമേ വന്നു, ഇപ്പം അഭിജയ് വന്ന്, അലോക്ക് വന്നു. അലോക്ക് അഭിജയ് ഒരുമിച്ച് വന്നു. ഞാൻ ഇത്ര നേരം ഇവിടെ വെയിറ്റിംഗ് ആയിരുന്നു. ഇനിയിപ്പോ രണ്ടുപേരും കൂടെ വരും. നമുക്കിപ്പോ ടിക്കറ്റ് എടുക്കാം. ഫണ്ടെല്ലാം സെറ്റ് അല്ലേ? ചാർജ് ഇല്ല, 10% ചാർജ് ഉള്ളു. ചാർജ് ചെയ്യാൻ പോലും സമയം കിട്ടിയില്ല. അപ്പൊ നമ്മളടുത്ത് ടിക്കറ്റ് എടുക്കുന്നു. അവന്മാര് വരും. ഓക്കെ, ഹലോ ഗായ്സ്. ഹലോ, ഹായ് 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 ബ്രോ. ബ്രോ ഹായ്. കല്യാണമുള്ള ബ്രോ ആണല്ലേ? ഓ, 5 പേരേ ഉള്ളൂ. നമ്മൾ ഇത്ര പേരേ ഉള്ളു. പാവം പാർത്തനോട് അമൃത. അല്ല, എന്തെന്ന് വീട്ടിൽ പോയിട്ട് എന്താ പറഞ്ഞു? രാവിലെ ഒന്നും പറഞ്ഞില്ല. ട്രൈപോഡ് വെച്ചിട്ട് അപ്പനോട് ഇരിപ്പുണ്ടായി. ഓരോ ടൈം കഴിയും തോറും നമ്മുടെ മാറിക്കൊണ്ടേയിരിക്കും. ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തത് എറണാകുളം മൂന്നാറ് പോകും. അത് കറങ്ങി തിരിഞ്ഞ് ഊട്ടിയെ. ഇപ്പൊ അത് കറങ്ങി ഇടയ്ക്ക് വെച്ച് വണ്ടത്തെ വണ്ടല്ല പറഞ്ഞുകൊണ്ടാണ് വണ്ടന്റെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എറണാകുളത്ത് ഇറങ്ങിയത്. പക്ഷെ ഇവിടെ എത്തിയിട്ട് വീണ്ടും പ്ലാൻ മാറി. എറണാകുളത്ത് എറണാകുളം പ്ലസ് കൊടുക്കും. ഇപ്പൊ 2 ട്രിപ്പായി. ഇത്രേ ഉള്ളു. പൈസ തീരുന്നവരെ പോവാ അല്ലേ? ടേസ്റ്റ് ചെയ്തു. ഇവിടെ എന്തായാലും അഭിജയ്ക്ക് കുറെ ഫുഡ് സ്പോട്ട് അറിയാം. നമ്മളുടെ നല്ല ഫുഡ് സ്പോട്ടുകൾ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫുഡ് സ്പോട്ട് കാണിച്ചു തരാം. പ്ലസ് നമ്മുടെ കുളുക്കുമല. നമ്മളിപ്പം കൊച്ചി മെട്രോയിലാണ്. റൈറ്റ് നൗ വി ആർ ഗോയിങ് ടു എടപ്പള്ളി ലുലു മാൾ. നമ്മുടെ പ്ലാൻസ് എല്ലാം അടപെടലം അപ്പം പ്ലാൻസ് ഇല്ലായിരുന്നു. അടുത്ത സ്റ്റോപ്പ്. ആദ്യം ഒരു മൂന്നാർ പ്ലാൻ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഊട്ടി പ്ലാൻ ഉണ്ടായിരുന്നു, ട്രെയിൻ വെച്ചൊരു കൊച്ചി പ്ലാനായി. ട്രെയിൻ വെച്ച് കൊച്ചിയായി, വണ്ടർലായി. പിന്നെ നമ്മൾ എറണാകുളത്ത്. ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ? ഭയങ്കര മുണ്ടിയായി. ഏറ്റവും ലാസ്റ്റ് ഇപ്പം നമ്മളൊരു കറണ്ടിലുള്ള സ്റ്റാറ്റ്സ് ഇതൊക്കെ നമ്മളൊരു വീട് എടുത്തു. അവിടെ നിന്നു. അടുത്ത ദിവസം രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇപ്പം എടപ്പള്ളി കൊച്ചി പോവാൻ വലിയ കാര്യമൊന്നുമില്ല. നാളെ രാവിലെയാണ് മൂന്നാർ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. ബാക്കി ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് നാളെ അറിയാം. എന്തെങ്കിലും നടക്കട്ടെ, ഞങ്ങൾ പറയുന്നില്ല എവിടെ പോകുന്നത്. അപ്പോഴത്തേക്ക് കറന്റ് എടപ്പള്ളി കൊച്ചി. സീറോയ്ക്ക് ഷൂ വാങ്ങിക്കണമെന്ന്. അല്ല പണ്ടൊരു കഥ ഉണ്ടായിരുന്നു. നൈക്ക് എനിക്ക് ബൂട്ട് വാങ്ങിക്കണമെന്ന് ഭയങ്കര പ്രാന്തായിരുന്നു. നൈക്കി ഷോറൂം 5 കൊല്ലം മുമ്പ്, ഞാൻ 8 9 അങ്ങനെ എന്തോ പഠിക്കുന്ന. അതേപോലെ ബൂട്ട് വാങ്ങിക്കണമെന്ന് പറഞ്ഞ അമ്മയുടെ പ്രൈസ് ഒന്നും അറിയത്തില്ല. അപ്പൊ നൈക്കിയുടെ കടയിൽ കൊണ്ട് കയറ്റി. ഇത് എറണാകുളം ലുലു ഇതിനകത്തോണ്ട് കയറ്റിയിട്ട് അപ്പൊ ഞാനും അമ്മ ഇവിടെ അമ്മ എന്റെ പുറകിലേക്കുണ്ട്. അപ്പൊ ഞാൻ ബൂട്ട് എടുത്ത് നോക്കിയാൽ കൊള്ളാം, നല്ല രസം. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു എത്ര രൂപ? അപ്പൊ അവർ പറഞ്ഞു 6000 ഇത്ര എന്ന് പറഞ്ഞത്. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ അമ്മയെ കാണുന്നില്ല. അമ്മ ഇറങ്ങി ഓടി. ഇത് റിയൽ ലൈഫ് ഇൻസിഡന്റ്. ഫുട്ബോൾ കളിക്കുന്നവർക്ക് റിലേറ്റോ? ഇതുപോലെ ഏറ്റവും കുറഞ്ഞ കാണാൻ 6000 ഒന്നും. ഞാൻ അമ്മ വാങ്ങിച്ച് തരുമെന്ന് തരത്തില്ലെന്ന് ഉറപ്പാ. നല്ലൊന്നും തിരിഞ്ഞു നോക്കിയപ്പോ അമ്മ ഓടി. ഞാൻ പിന്നെ അവിടെ വെച്ചിട്ട് ഓടി. അങ്ങേരും ചിരി, ഞങ്ങളും ചിരി, എല്ലാരും ചിരി. ഹലോ ഗൈസ്, ഹലോ, എവിടെയാണ് നമ്മളിപ്പോ? Right now we are in Lulu. What's the next plan? Yeah, I think we are going to Beyond Burgers. Guys, currently ഞങ്ങൾ എവിടെ പോകുന്നത്? Beyond Burgers. അതല്ല പറഞ്ഞത്. We are going to Beyond Burgers എന്ന് ജർമ്മനി പറയുക. We are going from Beyond Burgers. We are going. Yeah. അർത്ഥം Gain to go. നമ്മൾ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. ഫ്രം ലുലു ടു ബിയോണ്ട് ബർഗർ. നോ മാറ്റർ വാട്ട്, നമ്മൾ എന്തായാലും ബിയോണ്ട് ബർഗറിൽ പോയി ഏത് ബർഗർ ആയിരിക്കും ട്രൈ ചെയ്യാൻ പോകുന്നത്? ബീഫോ? ഞാനും കഴിഞ്ഞോട്ടും ബീഫായിരുന്നു. ബട്ട് ഇറ്റ് ഇസ് നൈസ്. ബർഗർ ബീഫ് കൊള്ളാം. ആദ്യത്തിന് ഏതായിരിക്കും? ചിക്കൻ. അപ്പം ഞങ്ങൾ 2 പേര് വേറെ റൂട്ടേ വരുന്നുണ്ട്. അപ്പം see you there. Guys, right now we are in Beyond Burger. ഇത് Swiss cheese burger. Same. 3 Same.
ഇത് ചിക്കൻ ഹോട്ട് ഡോഗ്, ഇതും ചിക്കൻ ഹോട്ട് ഡോഗ്. കുഴപ്പമില്ല, നമ്മൾ ഒരു ട്രൈ ആണ്. ഞങ്ങൾ നേരത്തെ ഒരു വട്ടം ഇവിടെ വന്നിട്ടുണ്ട്, ഇത് സെക്കൻഡ് ടൈമാണ്. സോ അലോക്കിന് ബിയോണ്ട് ബർഗർ വന്നാൽ ആഗ്രഹമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം അവനെ കഴിക്കാൻ പറ്റില്ല. സോ ഞങ്ങൾ വിചാരിച്ച് ബിയോണ്ട് ബർഗർ വരാം. നെക്സ്റ്റ് പ്ലാൻസ് ഒന്നും ആയിട്ടില്ല. പ്ലാൻസ് ആർ ചേഞ്ചിങ് ഓൺ ദ വേ. ഇപ്പോൾ ഇനി ബർഗർ കഴിക്കാം. ഓക്കെ, നമ്മൾ ജസ്റ്റ് ബർഗർ മാത്രം ആണെങ്കിൽ ഫുഡ് ബ്ലോഗ് ആണല്ലേ. Welcome to Food with Pancho Sara. ഫസ്റ്റ് ബൈറ്റ് ഫസ്റ്റ് ബൈറ്റ് ഇതുണ്ടോ? ഇത് കാണിച്ചത് ഇതുണ്ടോ? ചീസ് ഇവിടുന്ന് ഫസ്റ്റ് ബൈറ്റ് എങ്ങനെയുണ്ടാ അതൊക്കെ? സീരിയസ്ലി അറിയാം, പക്ഷെ ബ്രെഡിൻ്റെ താഴെ കുറച്ച് തണുപ്പാണൊക്കെ തോന്നി. ആ ബൈറ്റ് നിങ്ങൾ നോക്ക്, ഹെവി ബൈറ്റ് ആയിരുന്നു. ഹലോ ഓക്കെ, റേറ്റ് ചെയ്യടാ. നമ്മളായിരിക്കും നേരിട്ട് നല്ല ബർഗേഴ്സ് കിട്ടുമെന്ന്, പക്ഷേ കൊള്ളാം. റേറ്റാണോ ഹൈപ്പർ റേറ്റാണോ എന്ന് പറഞ്ഞിടാ. ഇറ്റ് ഇസ് ഗുഡ്. ബന്ന് കൊള്ളാം, ചൂട് പാറ്റി. എന്താ സ്പൈഡർമാനാ? അലോക്ക് പെട്ടത് സ്പൈഡർമാനാണ്. ഞാൻ കഴിച്ചില്ല ഇവരായിട്ട്. ഹോട്ട് ഡോഗ് ആണ് ഗൈസ്. ഇതൊരു ബൈറ്റ് പറഞ്ഞാൽ കൊടു അപ്പോൾ ഇത് കഴിക്കട്ടെ, ഇത് കഴിച്ചോട്ടെ. എങ്ങനെയുണ്ട്? സോസ് ഉണ്ട്, നമുക്ക് അറിയാം. ശബ്ദം സോസ് നല്ലല്ലോ അറിയാം. ഈ പറയണക്ക് ബണ്ണൊക്കെ മെൽറ്റ് ആയിട്ട് പോകാം. അലോക്ക് സ്പീച്ച്ലെസ് ആയടാ. റിഗ്രറ്റ് ഉണ്ടോ? കുറേ കിട്ടില്ലോ. ആയിരത്തിനോ ഇഷ്ടപ്പെട്ടില്ല? ബീഫ് കഴിക്കത്തില്ല. ബീഫ് കഴിക്കത്തില്ല ആയിട്ട്. പക്ഷെ ഇതെങ്ങനെയുണ്ട്? ഓട്ടോ എങ്ങനെയുണ്ട്? ഞാൻ അതൊരു ബൈറ്റ് എടുത്തു. ഒരു ബൈറ്റ് എടു. ചിക്കനായിട്ട് തോന്നുന്നില്ല. ചിക്കനായിട്ട് തോന്നില്ലയോ? പ്രോസസ്ഡ് മീറ്റ് അല്ലേ സോസേജ്? ഇതെങ്ങനെ ഉണ്ടായിരുന്നു? പതുക്കെ ആ ചീസിന്റെ ആണ് നല്ല ടേസ്റ്റ്. അപ്പം ഞങ്ങൾ കഴിച്ചിട്ട് വരാം ഇല്ലേ? നമ്മളിപ്പോൾ ബിയോണ്ട് ബർഗറിൽ നിന്ന് ബർഗർ കഴിച്ചിട്ട് പുറത്തേക്കാണ്. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഗൈസ്, സംഭവം ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. എന്ന് വെച്ചാൽ നോർമൽ ബർഗേഴ്സിന് കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരി എക്സ്പെൻസീവ്, ബട്ട് ഇറ്റ്സ് വർത്ത് ഇറ്റ് ഗൈസ്. ട്രസ്റ്റ് റിയലി കിട്ടില്ല സാധനം. ബർഗർ മാത്രമല്ല, ഹോട്ട് ഡോഗ് ആണെങ്കിലും സാൻഡ്വിച്ച് ആണെങ്കിലും എല്ലാം സാൻഡ്വിച്ച് ഒന്നും കഴിച്ചില്ലേ? ചുമ്മാ ഹോട്ട് ഡോഗും ബർഗറും കഴിച്ചാൽ ഒതന്റിക് ബർഗർ എന്ന് പറയത്തില്ല. നമ്മള് ഒതന്റിക് ബർഗർ കഴിച്ചിട്ടില്ല, ബട്ട് ഇതാണ് ഗൈസ് ഒതന്റിക് ബർഗർ. ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ അമേരിക്ക പോയി ബർഗർ ഒന്നും കഴിച്ചിട്ടില്ല, ഒതന്റിക് കഴിക്കും. നമുക്ക് ഇനി അടുത്ത പോകുന്നത് ലുലുവിലാണ്. ലുലു പോയി ബാഗ് എടുക്കണം, അതുവരെ ഉള്ളു. അതിന്റെ ഇടയ്ക്കുള്ള ക്ലിപ്സ് കാണും. സോ ബൈ ഗൈസ്. ഹലോ ഗൈസ്, നമ്മളിപ്പം അത് തന്നെ വെസ്റ്റേൺ. നമ്മൾ ലുലുവിനൊക്കെ ഇറങ്ങി ബാഗ് സാധനങ്ങളൊക്കെ എടുത്തു. അവരും ഇതിൻ്റെ തോട്ടിൽ ഇതുകൊണ്ട് പോകുന്നു. ഹോട്ടൽ നമ്മളെ തൊട്ട് ബാക്കിലുള്ള ഹോട്ടൽ സ്റ്റാൻഡിൽ പോകുന്നു. അവിടുന്ന് 4:20 ശരിക്കും ബസ് എന്ന് പറയുന്നത് മൂന്നാറിലോട്ടുള്ള. 4:30 കിട്ടുമെന്ന് അറിയത്തില്ല, അതല്ലെങ്കിൽ അടുത്ത ബസ്സിന് പോകണം. സോ നമ്മളിനി ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് വരാം. ഞാൻ പറയുന്നത് ഭയങ്കര ബസ് നമ്മളെല്ലാം അടുത്ത് അങ്ങനെയായിരുന്നു വൈബായി. ചിലവരുടെ ഉണ്ടാവും, ചിലവർ കിടന്ന് ഉറങ്ങും. ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ ഞാൻ പറയാം, നമ്മളിപ്പോൾ ആലുവ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുകയാണ്. എന്തിനു വേണ്ടി? മൂന്നാർ ബസ്. ഇത് ഈ ട്രിപ്പ് ഭയങ്കര ഡ്രമാറ്റിക്. നമ്മൾ കാലുവേന എടുക്കുന്നത് നടന്ന് അത് തന്നെ. നമ്മൾ പ്ലാൻ ചെയ്യുന്നതിലും
ഓപ്പോസിറ്റ് എല്ലാം നടക്കുന്നത്. നമ്മുടെ ഇവിടെ നമ്മള് എറണാകുളത്ത് നിന്ന് വണ്ടി പിടിക്കാൻ കയറുന്നു, കൂടെ നിൽക്കുന്നവര് എറണാകുളത്ത് സ്റ്റാൻഡിൽ നിന്ന് വണ്ടി പിടിക്കാൻ നിൽക്കുന്നു. 4:20 ബസ്. ആ ബസ് കിട്ടിയില്ല. ആ ബസ് കറക്റ്റ് 4:25 ആ ബസ് എടുത്തു. നമ്മൾ 4:30 സ്റ്റാൻഡിൽ വന്നു. സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ ഐസ്ക്രീം അതല്ല. എന്നിട്ട് നമ്മൾ 4:30 നമ്മൾ സ്റ്റാൻഡിലെത്തി. 4:25 ബസ് വിട്ട് പോയി. അതിനുശേഷം നമ്മൾ പിന്നെ അവിടെ നിന്ന് ഒരു കോതമംഗലം ബസ് കയറി നമ്മൾ ആലുവയിൽ വന്നു. ആലുവയിൽ വന്നു. ആലുവയിൽ വന്നപ്പം നമ്മുടെ കണ്ടക്ടർ ചേട്ടൻ, നമ്മുടെ ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർ ചേട്ടൻ ഭയങ്കര കണ്ടക്ടർ അത് തന്നെ. പുള്ളി നമുക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് നിർത്തി. നമ്മൾ ആ സ്റ്റേഷൻ മാസ്റ്റർ ഈ സൈഡിൽ കൂടെ പോയി കയറാം. ഞങ്ങൾക്ക് ഇത് അറിഞ്ഞൂടാ സത്യത്തില്. അനൂപ് കറങ്ങി തിരിഞ്ഞ് വേറെ ഏതോ വഴി വന്ന് ചോദിച്ച് കറങ്ങി തിരിഞ്ഞെന്ന് ചോദിച്ച സമയം. അപ്പം ഞാൻ രണ്ടാമത് ഇറങ്ങി. ഞാൻ ഇറങ്ങിയിട്ട് തപ്പുവാ. അനൂപ് രണ്ടുപേരും അനൂപിനെ കാണുന്നില്ല. എന്നിട്ട് അനൂപ് നേരെ ഓടി വരുന്നുണ്ട്. വരുമ്പോഴും ഇപ്പോഴേ കഴിയും. ഞങ്ങൾ അങ്ങോട്ട് നോക്കുന്ന മൂന്നാർ വണ്ടി വരുമല്ലോ എന്ന് അറിയാം. ലാസ്റ്റ് ബസ് ഇത് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഈ ട്രിപ്പ് മൂഞ്ചി. ഇപ്പം മൈസൂർ അപ്പോഴത്തേക്ക് അനൂപ് ഓടി എന്നിട്ട് പറഞ്ഞു 6:30 ബസ്സുണ്ട്, ഇറങ്ങിക്കോ. ഞങ്ങളെല്ലാം ഇറങ്ങിയിട്ടുണ്ടോ അനൂപ് വലിയ പോയി ചോദിക്കും. അപ്പം ഞങ്ങൾ ചോദിച്ചാൽ ഞാനും അനൂപ് കൂടെ ജസ്റ്റ് പോയെന്ന് ചോദിക്കാം. വേറെ കൺഫേം ചെയ്യാം, ഒന്ന് ഡബിൾ കൺഫേം ചെയ്യാം. ഇവിടെ ചെന്ന് പറയാം 7:30 ചിലപ്പോൾ ഒരു ബസ് ഉണ്ടായാലായെന്നുള്ള രീതി. നമ്മൾ പറഞ്ഞു അനൂപിനെ വിളിച്ചു. അപ്പോൾ പിന്നെ അനൂപ് ഒന്ന് കുറേ സംസാരിച്ച് ഏതൊക്കെ കണ്ടക്ടറിനെ വിളിച്ചു പറഞ്ഞു 7:30 ഒരു ബസ് വരും. 7:30 ബസ് വരും. 7:30 ബസ് വരും. അപ്പോഴത്തേക്ക് റെഡിയായി. ഇപ്പം ഞങ്ങൾ എത്ര മണിയായി? 6:30. 1 മണിക്കൂറുടെ വെയിറ്റ് ആണ് കേസ്. അപ്പം കറണ്ട്ലി വി ആർ അറ്റ് ഹോൾട്ട് അറ്റ് ആലുവ. ഹോൾട്ട് എന്നല്ലേ? സോ വി ആർ ഗോണ സീ യു അറ്റ് മൂന്നാർ. മൂന്നാറല്ല, നമ്മള് ബസ്സിൽ കയറിയിട്ട് നമ്മൾ ഗൈസ് ഞങ്ങൾ 1.5 മണിക്കൂർ അല്ല 1.5 മണിക്കൂർ ബസ് തപ്പി പോലീസ് ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് വെച്ചാൽ അങ്ങോട്ട് പോകണം. അപ്പൊ പറഞ്ഞു മൂന്നാർ. ഞങ്ങളിപ്പോ താണ്ട ഫ്രണ്ടിൽ കിടക്കുന്ന മൂന്നാറാണല്ലോ. ആ ബസ് ഒരു 1/2 മണിക്കൂറായിട്ട് നമ്മുടെ മുന്നിൽ കുതിരേക്ക് നമ്മൾ മാറ്റി കാണാൻ പറ്റത്തില്ല. എന്റെ ഓരാണ് നിങ്ങളെ ആരും കിട്ടുമല്ലായിരിക്കും. അപ്പം കറന്റ് ഞങ്ങൾ മൂന്നാർ ബസ്സിലാണ്. മൂന്നാർ ബസ് അപ്പം അവിടെ കൊണ്ടെത്തോ. എന്റെ ഫോണില് ചാർജ് ഉടനെ ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ മൂന്നാർ എത്തിയിട്ട് എവിടെ സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പിച്ചിട്ട് ജർമ്മനി പറ. എന്താണ് സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? ബിയോണ്ട് പറ.